everyone and welcome back to the channel. So ഇന്ന് 22nd ഓഗസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഖാർദുംഗ്ല കയറി നുബ്ര വാലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണ്. സോ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണി കഴിഞ്ഞു. 9:30 ആയിരിക്കും മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. മിക്ക ലഗേജും പാക്ക് ചെയ്യുന്നതിൽ 2 ദിവസം കഴിഞ്ഞ് നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങുന്നതുകൊണ്ട് കുറേ ലഗേജും ഫുൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. അതെല്ലാം ഇന്നലെ കാണിച്ചായിരുന്നു. സോ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡി ചെയ്ത് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളും കൂടെ ഉള്ളൂ ഇനി ഇവിടെ പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനും, ജാക്കറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എടുത്ത് നിന്ന് നമ്മൾ ശരിയാക്കിയതിന് ശേഷം ഇറങ്ങുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്, പോഹ ഓംലെറ്റും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും മിക്സ്ചറും. ഇതിന് ശേഷം ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങും ഇപ്പോൾ 9:30. സോ താങ്ക്സ് ഫോർ സ്റ്റേയിങ് ആൻഡ് സീ യു ഓൺ ദ റോഡ് നൗ. നന്ദിക്കുട്ടൻ ഫുള്ളി റെഡിയായി, പക്ഷെ പോകാൻ കുറച്ചൊരു ഡിലേ ഉണ്ട്. അതാണ് മിസ്റ്റർ അശോക്. ഈ പറഞ്ഞു അശോക്ജിയാണ് ആക്ച്വലി എന്നെ ഇത്ര നാൾ ഇവിടെ നോക്കി എൻ്റെ പരിപാലനമൊക്കെ ചെയ്തത്. വളരെ നല്ലൊരു മനുഷ്യനാണ്. സോ മെസ്സി വന്നിട്ട് അവരുടെ സ്റ്റാഫുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 2 ദിവസം നോക്കിയതല്ലേ, സംസാരിക്കാൻ വേണം. സോ അങ്ങോട്ടാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. अशोक जी बहुत बहुत धन्यवाद, ख्याल रखा आपने. चलिए अभी हमारा 1-1.5 घंटे का रास्ता है खारदुंग्ला तक. तो वंडी स्टार्ट ചെയ്തു, ऑल क्रैंक्ड अप, പോകാൻ तैयार है. चलते हैं. चल दीजिए आप. हाँ वो जा रहे हो? हाँ मैं जा रहा हूँ, 2 दिन के लिए जा रहा हूँ. बहुत धन्यवाद, थैंक यू. ओके सर. നമ്മളിപ്പം പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ കാഞ്ചി സ്തൂപ കാണാൻ പോയ സെയിം റോഡ് തന്നെയാണ്. അതേ റോഡ് തന്നെ അതാണ് കാഞ്ചി സ്തൂപ. അപ്പോൾ അതേ റോഡ് തന്നെ ഫോളോ ചെയ്ത് നമ്മൾ എത്തേണ്ടതാണ്. എല്ലായിടത്തും കുറേ ആളുകളാണ്. അടുത്തത് വേറെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും ആദ്യം നമ്മൾ ഗ്ലൗസ് ഇപ്പോൾ മാറ്റി സാധാരണ ഗ്ലൗസിലേക്ക്, ലെതർ ഗ്ലൗസിലേക്ക് മാറുകയാണ്. മറ്റേ കാലയുടെ വിൻ്റർ ഗ്ലൗസിൽ ഒട്ടും സൗകര്യമില്ലായിരുന്നു. അതുപോലെ ഇനി ഹൈറ്റ് കയറുമ്പോൾ ഞാനത് മാറാം ഒന്നുകൂടെ. അപ്പോൾ തൽക്കാലം നമ്മൾ ഡെയിലായതുകൊണ്ട് ഈ ഗ്ലൗസ് മതി. നമ്മുടെ ഹൈഡ്രേഷൻ ബാഗിന് അടിപൊളിയായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കയറ്റിയിട്ടുണ്ട്. ഒരാവശ്യമില്ലാതെ എനിക്ക് പണി തരുമായിരുന്നത്. എന്താ എന്തൊരു സുഖം, എന്തൊരു സുഖം, എന്തൊരു സന്തോഷം. എൻ്റെ വണ്ടി എന്നാൽ ഇവിടെ നമുക്ക് 36 കിലോമീറ്റർ 1 മണിക്കൂർ. എത്ര പശുക്കിടങ്ങളാണ് ഇവിടെ. ഇവിടെ ഒരേ പശുവാണ് കേട്ടോ. വടക്കേ ഇന്ത്യയിൽ ആഗ്ര, ഡൽഹി ബെൽറ്റ് കഴിഞ്ഞപ്പോൾ അത്രയും പശുവിനെ കണ്ടില്ല. ഇവിടെ കുറേ പശുവുണ്ട്. സംസാരിച്ച് സമയം കളഞ്ഞില്ല, നല്ല ദൂരം പോകാനുണ്ട്. ട്രാവൽ. आपका नाम सर? अरविंद. आपको कोई परमिट मांगते हैं? मैंने फाइल डाउनलोड कर दी है सर. हाँ. ये परमिट दिखाना है आपको, ठीक है सर? हाँ. वो सिर्फ लिंक है जो आपको है. अरविंद मोहन. ठीक है सर. बाइक कहाँ से दिखा दीजिए. നമ്മൾ പെർമിറ്റും കാണിക്കണം, ഓഫ്ലൈനും ഓൺലൈനും എങ്ങനെ വേണമെങ്കിലും കാണിക്കാം. സോ എൻ്റെ കയ്യിൽ ഓൺലൈൻ ഇപ്പോൾ നെറ്റ്വർക്ക് കൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു. പ്രിൻ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ.
RC കാണിക്കുകയാണ് ठीक है sir. വണ്ടിയുടെ. Thank you so അവർ very much. ചെക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. Okay sir. You can Basically- continue your ride now. താങ്ക് യു. നമ്മൾ അന്യ സംസ്ഥാന വണ്ടികൾ ഇവിടെ എടുത്തുകൊണ്ട് വരാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഇവിടുത്തെ ഒരു ലോക്കൽ റെഗുലേഷനാണ് അത്. സോ അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ചെക്കിംഗ് ഒക്കെ അവർ ചെയ്യുന്നത്. ഓ താങ്ക് യു. താങ്ക് യു. കാർദുങ്ങളെ കയറുമ്പോൾ ഞാൻ ജസ്റ്റ് മുമ്പ് അതായത് ലേ സിറ്റി വിടുമ്പോൾ സമയത്ത് തന്നെ ഇത്രയും ബന്ദോബസ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി നമ്മൾ ഡേ പെർമിറ്റ് എടുക്കണം. 400 രൂപയുടെ വിലയുള്ളൂ. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ മൊത്തം കറങ്ങാം. എന്താ കുറേ പേര് വന്ന് അവരുടെ പെർമിറ്റും കാര്യങ്ങളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. ചലേ താങ്ക് യു. हाँ ये रोड सीधा चलो താങ്ക് യു. അത്രേ ഉള്ളൂ. നല്ല പൊരിഞ്ഞ വെയിലുണ്ട് ഇവിടെ. അതുകൊണ്ടൊന്നും പറയാനില്ല. ഒറ്റ റോഡാണ്. വലിയ ഗുണമുള്ള റോഡൊന്നുമല്ല. പണ്ട് ഞാനിവിടെ വന്നപ്പം ഒരു തൊലിഞ്ഞ റോഡായിരുന്നു ഈ റോഡ് മുഴുവൻ. അതായത് കുന്തും കുഴിയും കല്ലും മുള്ളും എന്ത് വേണോ അതെല്ലാം ഉണ്ടായിരുന്നു റോഡ്. ഇപ്പം കുഴപ്പമില്ല. സോ അത് കാണുന്നതാണ് ടിസൂരു സ്തൂപ്പ എന്ന് പറഞ്ഞ സാധനം. ബുദ്ധൻ്റെ ഒരു വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും അത് ഞാൻ മിസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മിസ് ചെയ്തു. ഈ പ്രാവശ്യവും മിസ് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം ആവട്ടെ. എന്തെന്നാൽ കാർദുങ്ങളെ കയറുക എന്നുള്ളൊരു വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇന്നത്തെ ഒരു ദിവസം കുറച്ച് ടൂറിസ്റ്റുകളുണ്ട് ഈ റൂട്ടിൽ. ഇല്ലെങ്കിൽ 10:30 മണി സമയത്ത് ഇത്രയും ടൂറിസ്റ്റുകൾ റോഡിൽ കാണേണ്ട ആവശ്യമില്ല. എന്തായാലും അവരുള്ള സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കമ്പനിയുണ്ട് റോഡ് മുഴുവൻ. ആർമി ട്രക്കൊക്കെയാണ് മുമ്പിൽ. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ്. ആർമി ട്രക്കുകളുടെ പുറയിൽ നമ്മുടെ കാർദുങ്ങളയുടെ ഒരു കയറ്റം തുടങ്ങിക്കഴിഞ്ഞു. ഇതാ ഇത്രയും ഹൈറ്റ് കയറണമെന്ന്. കയറാൻ നല്ല സിമ്പിളായിട്ട് കയറേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഈ ട്രക്കുകൾ കാരണം എനിക്ക് കൈ വേദന എടുക്കുന്നു. വണ്ടിയാണെങ്കിൽ നല്ല ഹെവിയാണ്. ഇപ്പം ഒരു 50-60 കിലോളം വെയിറ്റ് കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. കൂടിയതല്ല, കുറേ സാധനങ്ങൾ അനാവശ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. സാധാരണ നമ്മൾ ഹൈവേ ഓടിക്കുമ്പോൾ അത്രയും പ്രശ്നം തോന്നിയില്ല. ഇവിടെ അതേപോലെ എനിക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഇത്ര വണ്ടികളെ നോക്കി ഇനി എത്രയാണ് അപ്പോൾ ഇതിനെയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇത്രയും വലിയ വരുന്ന കോൺവോയുടെ മേധാവിയുടെ വണ്ടിയാണ് തോന്നുന്നത്. ഗുഡ് ജോബ് ഗൈസ്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ തരിശ് ഭൂമി പോലും ഇന്ത്യയുടെയാണ് പറയുന്നത്. സോ ഈ മല കയറുമ്പം ഒരു പ്രത്യേകം തരം ഫീലിംഗ് ആണ്. ഒന്ന് ഓക്സിജൻ കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ സ്ട്രഗിൾ ചെയ്യാണ്. രണ്ടാമത്തെ ദൂരെയുള്ള മലകളിൽ കണ്ടില്ലേ, ഇപ്പോഴും മഞ്ഞുണ്ട് അവിടെ. അത് ആ മഞ്ഞ് ഇതുവരെ ഒരുക്കിയിട്ടില്ല. എന്നാൽ ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ടോയെന്നോ അറിയത്തില്ല. അതൊക്കെ നല്ല കറുത്ത കളർ, ഇതൊക്കെ നല്ല ബ്രൗൺ കളർ. ഒരു കാര്യം ചെയ്താലോ, ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം ഡ്രോൺ എടുത്ത് തന്നെ നോക്കാം.
കാണുന്നില്ല. ഗ്യാസിങ് ആവാൻ തുടങ്ങി. ഇപ്പോഴാണ് ശരിക്കും ഹൈ ഓൾട്ടിറ്റ്യൂഡ് തുടങ്ങുന്നത്. ആ ദൈവമേ, അടിപൊളി. ഇവർക്കൊന്നും ലഗേജ് ഇല്ല, സുഖമായിട്ട് ഇവർക്ക് വന്നിട്ട് പോവാം. നമ്മളെ പോലൊന്നുമില്ല. കാർദുംഗ്ല വരെ സോ വരുന്ന വഴിക്ക് നമ്മുടെ ടെയിൽ ബാഗിൻ്റെ കവർ ഇളകിപ്പോയായിരുന്നു. സോ അവിടെയുള്ള ചില ഡോൾമ മാമികൾ പറഞ്ഞു വേഗം തിരിച്ചോ, തൻ്റെ സാധനം താഴെ പോയെന്ന്. ഓ ഭാഗ്യമുണ്ട്, നല്ല കട്ടക്കാണ് ഭാഗ്യമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം മറന്നു പോയത് ഞാൻ. അതുകൊണ്ടാ വണ്ടി തിരിക്കേണ്ടി വന്നു. കുഴപ്പമില്ല. बड़े बड़े देशों में ऐसे छोटी छोटी बातें होती रहती है सिन्योरिटा. തിരിക്കാം. ഇത്രയും നല്ല റോഡ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സൂപ്പർ റോഡായിരിക്കും. ഇതാ ഒന്നാന്തരം ഓഫ് റോഡ്. ഭാഗ്യത്തിന് മഴയില്ല, പൊടിയുണ്ട്. കണ്ണും കാണുന്നില്ല. ഓഫ് റോഡ് അത്യുഗ്രൻ ഓഫ് റോഡാണ്. സോ അങ്ങനെ നമ്മൾ അവസാനം സൗത്ത് പുളു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സൗത്ത് പുളു ഇനിയുണ്ട് ഒരു 14 കിലോമീറ്ററിൻ്റെ യാത്ര. റെസ്റ്റ് എടുക്കാം, ഇവിടെയും ചെക്ക് ചെയ്യുമായിരിക്കും. പോയി പെർമിറ്റൊക്കെ കാണിച്ചു തരാം. Brother, it's all off-road now? Just 200 meters. 200 meters. 200 meters. After that, roads are good. സോ സൗത്ത് പുളുവിൽ വരുമ്പം ആ സ്പോട്ടിൽ പോയി നമ്മൾ ഒരു എൻട്രി ഒക്കെ ചെയ്യണം. അത് നമ്മളിവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടിയുള്ളത്. ഒരു പോലീസുകാരനുണ്ട്, ആൾ വിസിലടിച്ച് എല്ലാവരും വിളിക്കാറുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് റൈഡിങ് ഗ്രൂപ്പാണ്. சரி நான் கிளம்புறேன். நான் கேரளாக்காரனா, நான் வந்து தமிழ்நாட்டில் படித்து வளர்ந்தேன். பார்ப்போம். Bye. സോ അങ്ങനെ നമ്മൾ സൗത്ത് പുളും തിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട് ഇന്നത്തെ ഒരു ദിവസം. അയ്യോ കുഴപ്പമില്ല,
സോ അവസാനം നമ്മൾ ക്രോസ് ചെയ്തു. ചെക്ക് പോസ്റ്റ് നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ ഭയങ്കര ചെറിയ ഹിമാലയനൊക്കെ. സോ വെറും 3 കിലോമീറ്ററും 6 മിനിറ്റും കൂടി ഉള്ളൂ കാർഗുല എന്ന എൻ്റെ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ. 2013 ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ കയറിയ പാസ്സായിരുന്നത്. അന്ന് കയറിയ സമയത്ത് ഈ പാസ് വേൾഡ്സ് ടോളസ്റ്റ് മോട്ടറബിൾ റൂഫ് പാസ്സായിരുന്നു. ഇപ്പം ഉംലിങ്ങയാണ്. പക്ഷെ അന്ന് ഞാൻ എന്നോട് തന്നെ ഒരു പ്രതിജ്ഞ എടുത്തായിരുന്നു. അതായത് നെക്സ്റ്റ് ടൈം when I come, I'll come on my own motorcycle and I will climb this place. നമ്മുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ആണോ? അല്ല, ആൾക്കുട്ടി ആർക്കുണ്ട്. സോ another less than 3 kilometers, 5 minutes to go. കണ്ടില്ലേ, മഞ്ഞടിഞ്ഞുള്ള മലകൾ ഇപ്പോഴും ഉണ്ട്. ഈ സമ്മർ സീസണിൽ, ഇവിടെ സമ്മർ സീസണാണ്, നമ്മുടെ നാട്ടിലെ പോലെ മഴക്കാലമല്ല. ഇവിടെ നല്ല ഒടുക്കത്തെ സമ്മറാണ്, നല്ല തണുപ്പുമുണ്ട്. എന്നാൽ നമുക്ക് കാർദുംഗ്ല വെച്ച് കണ്ടാലോ. സോ വി ഹാവ് റീച്ച്ഡ് കാർദുംഗ്ല പാസ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലൈഫിൽ വളരെ കാലത്തെ സ്വപ്നം കാർദുംഗ്ല പാസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വാട്ട് മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ജോയ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഇവിടെ തന്നെ ആയിരുന്നു. ഒന്നും കാണുന്നില്ല, ഫോഗിങ് കാരണം. അയ്യോ, ഇവിടെ കുറച്ച് നേരം നമുക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് ചെയ്തതിന് ശേഷമേ ഉള്ളൂ ഇവിടുന്ന് ഫോട്ടോ. അടിപൊളി. No draw, fly zone, no photography. മതി. फर्स्ट राइड पे यही फील होता है. बस रोना मत प्लीज. फर्स्ट राइड पे यही फील होता है. अरे रे रे रे.
എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 18,000 ഫീറ്റോളം കയറിയിട്ടുണ്ട്. ഇവിടെ വളരെ കുറഞ്ഞ ഓക്സിജൻ ലെവലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു 5 മിനിറ്റിന് കൂടി നിൽക്കണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് വെരി കറക്റ്റ്. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ നമുക്ക്. സോ അവസാനം 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ ഒന്നും കൂടെ കാർദുംഗ്ല പാസ് കയറി. അന്ന് ആദ്യമായി കാർദുംഗ്ല പാസ് കയറുമ്പം ഞാൻ എന്നോട് തന്നെ ഒരു പ്രോമിസ് ചെയ്തായിരുന്നു, ദാറ്റ് ഐ വിൽ ബി ഹിയർ വൺ ഡേ വിത്ത് മൈ ഓൺ മോട്ടോർ സൈക്കിൾ കം വാട്ട് മേ. 12 വർഷം സ്വപ്നം കണ്ട് യാഥാർത്ഥ്യം ആവാത്ത സ്വപ്നം കണ്ട് ഒരിക്കലും യാഥാർത്ഥ്യമാവാത്ത ഒരു സ്വപ്നമായി മാറുമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇറ്റ് ടേൺഡ് റിയാലിറ്റി ടുഡേ. ഈ സിറ്റുവേഷനിൽ വന്നിട്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വരിക, നിൽക്കുക. കുറേ ടൂറിസ്റ്റും അധികം ബൈക്കേഴ്സും ഉള്ളതുകൊണ്ട് കുറച്ച് കഷ്ടമാണ് ഇവിടെ വരുന്നത്. ഞാൻ പണ്ട് വന്നന്ന് അവിടെ ഒരു മേളിലൊരു അമ്പലമുണ്ട്. ഞാനും ഒരു ഫ്രണ്ടും ആ അമ്പലത്തിലേക്ക് ഒരു റേസൊക്കെ ചെയ്തായിരുന്നു. അയ്യോ, ശ്വാസം മുട്ടി ചത്തു ഞങ്ങൾ കണ്ടായിരുന്നു. അതുപോലെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ തിരിച്ച് താഴെ ഇവിടെ വരെ റോഡ് വരെ എത്തിയത്. ദാറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഇറ്റ്സ് ഓൺ. സോ ഫൈനലി കാർദുംഗ്ലയിലേക്ക് വിട പറയാണ്. നൗ വിൽ സ്റ്റാർട്ട് ആ ഡിസൈൻ. താഴത്ത് പോവാണ്. കുഴപ്പമില്ല. ഇറ്റ്സ് എ ഹെവി ബൈക്ക് ആക്ച്വലി. ഓഫ് റോഡ് തുടങ്ങിയെന്ന് തോന്നുന്നു. കാർദുംഗ്ല കയറിയില്ല, അതിനുള്ളിൽ തന്നെ ഓഫ് റോഡ് പോയി. പക്ഷേ ഇന്ന് താങ്ങ് പിടിക്കണം. താങ്ങ് തൊട്ട് പോയി അല്ല ഇന്ന് തന്നെ നമുക്ക് കയറി ഇറങ്ങും. ഓ ഫൈനലി കാർദുംഗ്ല. I achieved it, man. സാഹസം കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ് വാസ് എ ബിഗ് ഡ്രീം കം ട്രൂ മൊമെന്റ് ഫോർ മീ. such relief. കാർദുംഗ്ല കയറി ഇറങ്ങിയതിൻ്റെ ശരിക്കുള്ള റിലീഫ്. മാൻ, താങ്ക് യു ഗാഡ്. ദൈവങ്ങളെ മഹാദേവ, നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. ഒറ്റത്തിനായിപ്പോൾ കരുതിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ എന്താ പറയുക, സഫലമാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. എല്ലാ 12 വർഷവും ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ വർഷം പോകണം, അടുത്ത വർഷം പോകണം. പക്ഷെ ജോലി, കുടുംബം, പ്രാരാബ്ദങ്ങൾ, നിങ്ങൾക്കും അറിയാമല്ലോ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് തന്നെയാണ്. താങ്ക് യു ഗോഡ്, താങ്ക് യു. ആയിരുന്നു കാർദുംഗ്ല പാസ്. ആ ടവർ ഉണ്ടില്ലേ, ആ മൊബൈൽ ടവർ, അതിൻ്റെ താഴെയായിരുന്നു കാർദുംഗ്ല പാസ്. നമ്മൾ ഇത്രയും ദൂരം ഇറങ്ങി. ദിസ് ആർ ദി കരക്കോറം റേഞ്ചസ്. ഇവിടുന്ന് തുടങ്ങുന്നതാണ് കരക്കോറം റേഞ്ചസ്. ലുക്ക് അറ്റ് ദി സ്നോ സ്റ്റിൽ ടു മെൽറ്റ്. ബ്യൂട്ടിഫുൾ. വെറും പാറക്കല്ലുകളുണ്ടാക്കിയ മലകൾ, അല്ലാതെ മണ്ണോ ഒരു തരി മണ്ണില്ല. ഒരു തരി മണ്ണി കൃഷി ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ചായത്തോട്ടോ തേയിലത്തോട്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ നല്ലപോലെ ഉച്ചയ്ക്ക് തന്നെയാണ് ഇപ്പം സൂര്യൻ നിൽക്കുന്നത്. സമയം 12:30 ആയുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ലൈറ്റാണ്. ഒരു അർലി മോർണിംഗ് സമയമൊക്കെ വരുവാണെങ്കിൽ അവിടെ അത്രയും ഡാർക്കല്ലായിരിക്കും. സോ ആ ലുക്കും കാർദുംഗ്ല പാസിൻ്റെ ഒക്കെ വളരെ രസമുള്ളതാണ്. ഇതുപോലെ കുറേ മൗണ്ടൻ സ്ട്രീംസ് ഇനി വരാൻ പോകുന്നുണ്ട്. സോ ഐ ഹാവ് ടു ബി കെയർഫുൾ വിത്ത്. നമുക്ക് എന്ത് ചെയ്യാനാ, വി ഹാവ് ടു ട്രാവൽ ടു നുബ്ര വാലി. ഇപ്പോൾ നമ്മൾ നുബ്ര വാലിയിലേക്കാണ് പോകുന്നത്. അവിടെ ഫസ്റ്റ് പോയിന്റ് ഒരു കൽസർ എന്ന സ്ഥലത്ത് പോയിട്ട് ആദ്യം പെട്രോൾ അടിക്കും. എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയും പെട്രോൾ അടിക്കും.
കാരണമൊന്നുമില്ല. എവിടെയൊക്കെ പെട്രോൾ പമ്പ് കാണുന്നുണ്ടോ ലഡാക്ക് റീജിയനിൽ അവിടെയൊക്കെ പെട്രോൾ അടിക്കുക. വേറെ ഒരു റീസണും ഇല്ല. ബിക്കോസ് അത് വിട്ട് കഴിഞ്ഞതിന് ശേഷം എവിടെ പെട്രോൾ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും പമ്പ് ഉണ്ടെങ്കിൽ പോലും പെട്രോൾ ഉണ്ടാവണമെന്ന് ആവശ്യമില്ല. സോ once you leave this region, once you are in this region, keep filling your petrol, otherwise you can be in rest. സോ മാപ്പ് സെറ്റ് ചെയ്തു. 163 കിലോമീറ്റേഴ്സ് ടു താങ്. നേരെ താങ് പിടിക്കുക, അതാണ് ഉദ്ദേശം. 4 മണിക്കൂർ 5 മിനിറ്റ്. താങ് പോയിട്ട് വരുന്ന വഴിയിലാണ് തുർത്തുക്ക് ഉള്ളത്. താങ് പോകുന്ന വഴിക്കാണ് തുർത്തുക്ക് ഉള്ളത്. വലിയ ചരിത്രപരമായി ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് ഈ പറഞ്ഞ തുർത്തുക്ക്. വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സ്ഥലം തുർത്തുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പോകുന്ന വഴിക്കാണ് ആദ്യത്തെ പെട്രോൾ പമ്പ് കൽസറി വരുന്നത്. സോ കൽസറി ഒരു സ്റ്റോപ്പ് അടിക്കും. സ്റ്റോപ്പ് അടിച്ചതിന് ശേഷം നുബ്ര, ബിസ്ക്കറ്റ്, പിന്നെ തുർത്തുക്ക്, ചോയ്സ് തുർത്തുക്ക്, ദെൻ ഫൈനലി ടു നമ്മുടെ താങ്ങിൽ എത്തുമ്പോഴേക്ക് വൈകിട്ടാവും തോന്നും. താങ്ങിൽ നിന്ന് കുറച്ച് ദൂരം വന്നാൽ മതി തിരിച്ച് ബാക്ക് തുർത്തുക്ക്. അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ താഴെ കാണുന്നതാണ് നമ്മുടെ നോർത്ത് പുലു. സോ നോർത്ത് പുലു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുഴു അടിക്കും എന്ന് പറഞ്ഞാൽ ആ പുഴു തന്നെ നോർത്ത് പുലു. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ സൗത്ത് പുലുവിലായിരുന്നു ചെക്കിംഗ് ഒക്കെ ചെയ്തത്. ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ് സോ നോർത്ത് പുലു ക്രോസ് ചെയ്യാണ്. ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഫ്രൈഡ് റൈസോ ഓംലെറ്റൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. ചായ കുടി, സിഗരറ്റ് കടി പോലത്തെ കാര്യങ്ങൾക്കൊക്കെ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം വെറുതെ പോയി. സോ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ. ആ ഡ്രോൺ പറപ്പിക്കുന്ന സമയത്ത് കാര്യം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നുബ്രയുടെ പ്ലെയിൻസ് തുടങ്ങുന്നത്. ലുക്ക് അറ്റ് ദ നുബ്ര വാലി ഡൗൺ ബിലോ. അത് വാലി, ഇത് ചെറിയ വില്ലേജസും കാര്യങ്ങളും. ഇവിടെ വലുതായിട്ട് പച്ചപ്പൊന്നും കാണാൻ കിട്ടാത്തൊരു സ്ഥലമാണ്. എപ്പോഴും ഇതുപോലെ മരുഭൂമി പോലെ കിടക്കുന്ന കോൾഡ് ഡെസേർട്ടാണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നുബ്ര വാലി തുടങ്ങുന്നത്. ഇങ്ങോട്ട് വരുന്നത് മറ്റേ കുറച്ച് കൾച്ചർ വില്ലേജ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പെട്രോൾ പമ്പ്. സോ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു ജംഗ്ഷനിലാണ്. കണ്ടില്ലേ, ഇവിടുന്ന് വേറെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നത് അഖം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ്. അഖം എന്ന ഗ്രാമത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു റൈറ്റ് അടിക്കുകയാണെങ്കിൽ, റൈറ്റ് ടേൺ അടിക്കുകയാണെങ്കിൽ വാരീല എന്നൊരു പാസ് വഴി നമുക്ക് തിരിച്ച് ലേയിലേക്ക് കയറാം. ഈ വഴി തിരിച്ച് പോകണമെന്ന് ആവശ്യമില്ല. സോ 2 ദിവസം കഴിഞ്ഞ്, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ നുബ്ര സർക്യൂട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം നമ്മൾ സിയാച്ചിൻ സർക്യൂട്ട് ചെയ്യുന്നു അവിടെ തന്നെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഈ റൂട്ട് വഴിയായിരിക്കും പോകാൻ പോകുന്നത് ടുവേർഡ്സ് ലേ. സോ ലെറ്റ്സ് ഗോ. സോ റോഡ് ബ്ലോക്കായി ഗൈസ്.
ജസ്റ്റ് ആ ടേൺ എടുത്ത് വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് റോഡ് ബ്ലോക്കായി. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഹിൽ റീജിയൻസിലെ പ്രശ്നം. എപ്പോഴാണ് ബ്ലോക്ക് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ബ്ലോക്കായി കഴിഞ്ഞാൽ ബ്ലോക്കായി. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ്. ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ദാറ്റ്സ് എ ബിഗ് ഡീൽ. ആ ഡ്രോൺ ഷോട്ടിൽ കണ്ട പോലെ നമ്മുടെ ലാൻഡ് സ്ലൈഡൊക്കെ കുറച്ച് ക്ലിയറായി. വലിയ സമാധാനമായിട്ട് നമുക്ക് അപ്പുറം കിടക്കാം. കുറച്ച് റോഡ് മോശമാണ്. ലാൻഡ് സ്ലൈഡൊക്കെ വന്നതല്ലേ, ഉരുൾ പൊട്ടിയാലും ഇവിടുത്തെ ഉരുളി വെള്ളമില്ല. അതാണൊരു ഗുണം. സാൻഡാണേ ഡേഞ്ചറസാണ്. അതുകൊണ്ട് ഉപയോഗമുണ്ട്. റോഡിലെ പോവാം. ഒരു 6 മിനിറ്റൊക്കെ ഉണ്ട്. അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വണ്ടി കേടായി. അപ്പോൾ ഈ 6 മിനിറ്റ് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ വന്ന് റിപ്പയറൊക്കെ ചെയ്തിട്ട് പോയത്. അങ്ങനെ ചില ഓർമ്മകളുണ്ട് ഇവിടെ. അതായത് യാത്ര മുമ്പോട്ട് കണ്ടിന്യൂ. സോ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നുബ്ര വാലിയിലാണ്. യെസ്, വി ഹാവ് റീച്ച് നുബ്ര വാലി ആൻഡ് ദിസ് ഈസ് ദി ഷോക്ക് റിവർ. ഷോക്ക് ഹിന്ദിയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുവാണെങ്കിൽ ദുഃഖം. സോ ഈ റിവറിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നദി ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ലൈഫ് തന്നെ ഭയങ്കര ടഫായി പോകുന്നു. സോ അതുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഷോക്ക് നദിയുടെ തീരത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ നുബ്ര റിവർ ക്രോസ് ചെയ്യും. അതുകൊണ്ടാണ് ആ വാലിയെ നുബ്ര വാലി ഇതിൽ നുബ്ര വാലിയൊക്കെ തന്നെയാണ്. ബട്ട് ദിസ് ഈസ് ദ ഷോക്ക് റിവർ. ഭയങ്കര കഥകളും കുറേ ഇതിഹാസങ്ങളൊക്കെ ഉള്ള വരുമ്പോഴത്തേക്ക് ഇതാ ഗോ കാർട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. വെരി നൈസ്. വളരെ എത്രയും ദൂരം വന്ന ആൾക്കാർ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ ഒരു കാര്യം. അപ്പം നമുക്ക് കുറച്ചും കൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൽ അടിക്കാം. നോക്കി പോകേണ്ടത്. ഡിസ്ട്രിക്ട് കർത്താപ്പൂർ
പോയി ഫുൾ റൂട്ട് ഇത് തന്നെയാണ്. ഈ റൂട്ട് പോയാൽ മതി. വളരെ അത് നമുക്ക് ഇഷ്ടപ്പെടും. आगे कोई पेट्रोल पंप नहीं है ना? आगे कहाँ जाना है सर आपने? थांग तक. थांग तक? हाँ हाँ डिस्किट में होगा एक लास्ट HP का ना, हाँ, उसके बाद नहीं है, उसके बाद नहीं है. उसके बाद नहीं है सर. और दूर कितना पड़ता है थांग? तकरीबन आपका मान के चलो यहाँ से 120. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ടാങ്കിലേക്ക്. ബേസിക്കലി ഇനി വരാൻ പോകുന്നത് ഡിസ്കിറ്റാണ്. ഡിസ്കിറ്റ് 12 എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതാണ് എൻ്റെ ഒരു നോക്കக்கூடிய സ്ഥലം. കുറച്ച് വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഡിസ്കിറ്റ് പോലത്തെ ഒരു സ്ഥലത്തിൽ പോയിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. സിമ്പിൾ റീസൺ, കുറേ ഇവിടുത്തെ ആഹാരം എനിക്ക് അങ്ങനെ സെറ്റ് ആവുന്നില്ല. അപ്പം ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 മണി സമയമാവും. അത് കഴിഞ്ഞിട്ട് വയറ് കേടായാലും വേണ്ടില്ല. അപ്പം വയറ് കേടാക്കിയാലും കുഴപ്പമില്ല, അതുപോലെ അങ്ങ് നമുക്ക് സെറ്റായി അങ്ങ് പോവാം. എന്തായാലും ബിസ്ക്കറ്റ് വരെ വണ്ടി ഓടിക്കും. വളരെ വലിയ ചരിത്രപരമായ ഒരു പോയിൻ്റാണ് ഈ സ്ഥലം. ഇതിൻ്റെ പേരാണ് മിൽഖ പോയിൻ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽഖ സിംഗ് സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം ഓടുന്ന കുറേ ഷോട്ട്സ് ഉണ്ട്. അതായത് ലഡാക്കിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. സോ മിൽഖ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇപ്പോൾ ATV റൈഡിങ്ങും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ആണെങ്കിൽ ഗുഡ് സ്പോട്ട് മിൽഖ പോയിൻ്റ്. നമ്മൾ തൽക്കാലം ഡിസ്കിറ്റിലേക്ക് വിടുകയാണ്. ഡിസ്കിറ്റ് വിട്ടിട്ട് വേണം നമുക്ക് നല്ല ദൂരമുണ്ട്. റോഡ് കണ്ടീഷനാണെങ്കിൽ എപ്പോൾ എത്തുന്ന